ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രക്കയിലേക്കും പിറ്റന്നാൾ നവപുലിക്കും. 1 മുതൽ 12 അധ്യായം വരെ ഒരു കേന്ദ്രബിന്ദുവായി ഒരു കഥാപാത്രം അവിടെയുണ്ട്. പേര് പത്രോസ്. പത്രോസാണ് 1 മുതൽ അപ്പോസ്തലപ്രവൃത്തി 1 മുതൽ 12 അധ്യായത്തിലെ സ്റ്റാറായി നിൽക്കുന്ന പത്രോസാണ്. പത്രോസിനെ പ്രസംഗിക്കാൻ എലോഹിമെ വിളിച്ചാൽ പത്രോസ് പ്രസംഗിക്കും. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. അതെന്നാ പത്രോസെ അങ്ങക്ക് മാനസാന്തരത്തെ കുറിച്ച് മാത്രം പറയാനുള്ളത്? പത്രോസ് പ്രസംഗിക്കുന്ന ഓഡിയൻസ് യഹൂദന്മാരാണ്. പത്രോസിന്റെ കേൾവിക്കാർ യഹൂദന്മാരാണ്. 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ കേന്ദ്ര ബിന്ദു പൗലോസാണ്. പത്രോസല്ല, പൗലോസാണ്. പൗലോസ് പ്രസംഗിക്കുന്ന മാനസാന്തരമല്ല, വിശ്വാസം. ഒരാമീൻ പറ. പൗലോസാണ് എനിക്ക് പകരം ഇവിടെ പ്രസംഗിക്കുന്നെങ്കിൽ താൻ വിളിച്ചു പറയും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എനിക്ക് പകരം ഇന്ന് രാവിലെ ഇവിടെ പൗലോസ് പ്രസംഗിക്കാനെത്തിയാൽ അഭിഷക്തൻ വിളിച്ചു പറയും, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ വാളിന്റെ വായ്ത്തലക്ക് തട്ടി. പൗലോസ് ചെന്ന സ്ഥലത്തെല്ലാം മെഗാ സഭകൾ ഉണ്ടായി. അതെന്നാന്നറിയാമോ? പൗലോസിന്റെ പോരാട്ടം മന്ത്രവാദത്തോട്, പൗലോസിന്റെ പോരാട്ടം ആഭിചാരത്തോട്, പൗലോസിന്റെ പോരാട്ടം ഈ പ്രതിസന്ധിയോട്. പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരത്തോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്. ഇന്നത്തെ ആരാധന ചില മന്ത്രവാദം തോറ്റുപോകാൻ പോകുകയാ. ഇന്നത്തെ ആരാധന ചില ആഭിചാരങ്ങൾ തോറ്റുപോകാൻ പോകുകയാ. ഇന്നത്തെ ആരാധനക്കകത്ത് ചില ദുർശക്തികൾ തോറ്റുപോകാൻ പോകുകയാ. ഇന്നത്തെ ആരാധനക്കകത്ത് ജനം വിടുതൽ പ്രാപിക്കാൻ പോകുകയാ. ഇന്നത്തെ ആരാധനക്കകത്ത് ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ പോകുകയാ. നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറ. ഇന്ന് എനിക്ക് പകരം ഇവിടെ പ്രസംഗിക്കാൻ മിസ്റ്റർ പൗലോസ് ആണ് നിൽക്കുന്നതെങ്കിൽ പൗലോസ് പറയും, ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. പോരാട്ടമുള്ളത് അവറാച്ചാനോടും ചാക്കോച്ചാനും ഗോപാലിനോടും ശങ്കരനോടും അമീദിനോടുമല്ല. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടോ, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടോ, സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടോ. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് മാനുഷികമല്ല. ഒരാമീൻ പറ. പൗലോസെ അങ്ങ് എന്തിനായി മൃഗയുദ്ധം ചെയ്ത്? ഞാനൊരു കാര്യം പറയാ, പൗലോസ് യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. യേശുവിൽ നിന്ന് നേരിട്ട് കേട്ട ആളാണ് പത്രോസ്. പക്ഷെ പത്രോസ് ചെയ്തതിന്റെ 1000 ഇരട്ടി പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. അതെന്നാന്നറിയോ? മന്ത്രവാദി ശക്തികളെ വെട്ടി അകത്തേക്ക് കയറാൻ, ആഭിചാരത്തെ വെട്ടി അകത്തേക്ക് കയറാൻ, പിശാചിന്റെ കോട്ടകളെ വെട്ടി അകത്തേക്ക് കയറാൻ, ചില ശക്തികളെ വെട്ടി അകത്തു കയറാൻ. ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ വെട്ടി അകത്ത് കയറാൻ പോകുകയാ. ചില മക്കൾ ഇന്ന് രാവിലെ വെട്ടി അകത്ത് കയറാൻ പോകുകയാ. ആര് പറഞ്ഞു നീ തോറ്റുപോയെന്ന്? ആര് പറഞ്ഞു നീ പരാജയപ്പെട്ടെന്ന്? ആര് പറഞ്ഞു നീ അവസാനിച്ചെന്ന്? ഇന്ന് രാവിലെ യേശു പറയുക, ചിലതിനെ വെട്ടി അകത്തേക്ക് കയറാൻ, ചില ശക്തികളെ വെട്ടി അകത്തേക്ക് കയറാൻ, ചില അന്ധകാര മണ്ഡലങ്ങളെ വെട്ടി അകത്തേക്ക് കയറാൻ. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. ഒരിക്കൽ കല്ലേറുകൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദം. 3 വട്ടം കപ്പൽ ഛേദമുണ്ടായി. ഒരു രാപ്പകൽ ഒരു ദൂതും കൂടെ ഞാൻ പറയാ, അഭിഷേകമുള്ളവൻ എവിടെ കിടന്നാലും നീന്തി അക്കരെ കയറും. 9-ാം അധ്യായത്തിൽ പൗലോസ് പിടിക്കപ്പെടുന്നു. സ്തെഫാനോസിനെ കൊല്ലുന്നു. സ്തെഫാനോസിനെ കൊന്നവരുടെ വസ്ത്രം കാക്കുന്നു. പൗലോസ് എന്ന് പറയുന്ന ശൗൽ കാത്തുകൊണ്ട് നിൽക്കുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം പിടിക്കുന്നു. നിയോഗത്തിന് വേണ്ടി അഭിഷേകം ചെയ്യുന്നു. മുകളിലേക്ക് നോക്കി ചോദിച്ചു, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. തമ്പുരാൻ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ദൈവമാണ് ഞാൻ.
എന്നിട്ട് പൗലോസിനോട് ദൈവം എന്നാ പറയുന്നത് അറിയോ? നീ മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് വിഹിതമല്ല. കൈ ഉയർത്തിയ രാമൻ പറ. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോ ദൂത് തമ്പുരാൻ ചിലതിനെ നിലത്തേക്ക് തള്ളിയിടും. കൈയൊന്നുയർത്തിയ ദൈവത്തിന് ഒരാമേൻ പറ. ഞങ്ങൾക്ക് പ്രതികാരമില്ല, ഞങ്ങളുടെ ദൈവം എഴുന്നേറ്റു വരും. യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പാകുന്നു. എന്നിട്ട് ആ വീണ കൂട്ടത്തിൽ ഇദ്ദേഹം മാത്രം ഒരു പ്രത്യേക കാര്യം കേൾക്കുന്നു. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. നിനക്ക് വിഷമമാകും. ഒരാമീൻ പറ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവത്തിന് ഭാഷ അറിയത്തില്ലെന്ന്. ഏത് ഭാഷയും അറിയാവുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെക്കാൾ മിട്ടുമിടുക്കനായ പഴയ നിയമത്തിലെ ശക്തനായ മനുഷ്യൻ ചെന്ന രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കി ആയുധബലം, ആൾബലം, സൈന്യബലം, അംഗബലം, സകല ബലങ്ങളുമുള്ള മനുഷ്യൻ, അത്ര ശക്തനായ നെബൂഖദ്നേസർ എന്ന മനുഷ്യനെ ഒറ്റ രാത്രി കൊണ്ട് ന്യായം വിധിച്ച ദൈവമാ നാം ആരാധിക്കുന്ന ദൈവം. ആലയത്തിനകത്തെ പൊൻവള്ളിപ്പാത്രങ്ങളെ എടുത്തു എന്ന ഒറ്റ കാരണത്താൽ അന്ന് രാത്രി ബെൽസസറിനെ കൊന്നുകളഞ്ഞ ദൈവം നാം ആരാധിക്കുന്ന ദൈവം. ഞാൻ ദൂത് പറയാ, ചില ആളുകൾ ഈ ഒരാഴ്ച ചില സാധിക്കാൻ പോവാ, അവർ ചെയ്യുന്നൊക്കെ സാധിക്കും. സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം. ഒരു കപ്പൽ മുതലാളിയുടെ മകൻ, അന്നത്തെ കാലത്തെ ഗമാലിയൽ എന്ന് പറയുന്ന, ഇന്നത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെ ഗമാലിയലിന്റെ പാദപിടത്തിൽ നിന്ന് പഠിച്ച മനുഷ്യൻ, അത്രയ്ക്ക് മിടുമിടുക്കനായ മനുഷ്യൻ, സഭയെ കൊന്നു മുടിക്കാൻ ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ. പക്ഷെ ദൈവം ചെയ്ത എന്നാന്നറിയാമോ? അവനെ ശൗലിനെ പൗലോസാക്കി. ഇന്ന് രാവിലത്തെ ദൂത് ദൈവം ചിലരെ മാറ്റാൻ പോവാ. നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചോ, ആമേൻ പറഞ്ഞു. അതും മാത്രമല്ല, പുറത്തുനിന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ അഭിഷക്തന് അകത്തെ പ്രശ്നം എന്ന് കേൾക്കണോ? അതുമാത്രമല്ല, സകല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും സഭയെല്ലാം ഉണ്ടല്ലോ, ഒരു ചിന്തയില്ല. ഇത് നോക്കുന്ന ആളിനോട് ചോദിക്കണം ടെൻഷൻ ഉണ്ടോന്ന്. 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട മനുഷ്യൻ. ഈ സഭയിലുള്ള ആളുകൾ പറഞ്ഞു പൗലോസ് അപ്പോസ്തലനല്ലെന്ന്. പൗലോസ് അപ്പോസ്തലനല്ലെന്ന് പറഞ്ഞു. ആരല്ലെന്ന് പറഞ്ഞു? അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നമ്മളെ കുറിച്ച് അങ്ങനൊന്നും പറഞ്ഞാൽ വിഷമിക്കരുത്. അത് പണ്ട് തൊട്ട് പറയുന്ന. പൗലോസ് ആരല്ലെന്ന് പറഞ്ഞു? അപ്പോസ്തലൻ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, തുവിലുള്ളൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 14 സംവത്സരം മുൻപ് ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഞാൻ ആത്മാവിൻ ഞരക്കങ്ങളെ കേട്ടു. മനുഷ്യൻ ഉച്ചരിച്ചുകൂടാത്ത ഭാഷകളിൽ എൻ്റെ ശരീരത്തെ എടുത്ത് പരിശുദ്ധാത്മാവോടെ കൊണ്ടുപോയി എന്ന് പൗലോസ് പറയാ. ഒരു ദൂത് ഞാൻ പറയാ, ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ തന്റെ ഇടമുള്ള ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ രാവിലെ ഒരു ദൂതും കൂടെ നിങ്ങൾ കേട്ടെ, നിനക്ക് വേണ്ടി ദൈവം ഉത്തരം പറയും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? പൗലോസിന്റെ ഈ വരവ് വന്ന് മുന്നോട്ട് വരുമ്പോൾ പൗലോസിനെ അപ്പോസ്തലന്മാർ അംഗീകരിക്കുന്നില്ല. പൗലോസിനെ വീടുകളിൽ കയറ്റുന്നില്ല. അതെന്നാന്നറിയോ? പൗലോസ് ഉപദ്രവിച്ചയാളാ. അതുകൊണ്ട് ഉപദ്രവകാരി ആയതുകൊണ്ട് പൗലോസിനെ ആളുകൾ കയറ്റുന്നില്ല. ആ സമയത്ത് പൗലോസിന്റെ കൂടെ ഒരു മനുഷ്യനെ ദൈവം ഒരുക്കി കൊടുത്തു. അദ്ദേഹമാണ് പൗലോസിനെ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാമോ, അവിടെ പറയുമ്പോഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബർന്നബാസും പൗലോസും. 13-ാം അധ്യായത്തിൽ എഴുതി വെച്ചു പൗലോസും ബർന്നബാസും. ഒരാമീൻ പറയോ? ഇന്ന് രാവിലെ ദൂത് നിനക്ക് സ്ഥാനക്കയറ്റം തരാൻ പോവാ. കരമൊന്നുയർത്തി ഒരാമീൻ പറ. ചില പ്രതിസന്ധിക്കകത്തു ദൈവം നിനക്ക് സ്ഥാനക്കയറ്റം തരാൻ പോകുകയാ. ചില പ്രതികൂലത്തിനകത്ത് ദൈവം നിനക്ക് സ്ഥാനക്കയറ്റം തരാൻ പോകുകയാ. ദൈവം നിന്റെ കുടുംബത്തിന് സ്ഥാനക്കയറ്റം തരാൻ പോകുകയാ. അഭിഷക്തന്മാരെ ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുക,
ചിലതിനെ തമ്പുരാൻ ആട്ടിമുടി തിരിക്കാൻ പോകയാ. ആളുകൾ സഭയിൽ പൗലോസിനെ ഉൾക്കൊള്ളാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി. 12-ാം അധ്യായത്തിലൊക്കെ വരുമ്പോ ഇവർ അപ്പോസ്തലത്വത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചു. പൗലോസ് എവിടെയാണ് പഠിച്ചത്? അതായത് ഇവർ രണ്ടുപേരും 2 സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഭരണങ്ങൾ നടത്തിയത്. അങ്ങനെ യെരൂശലേമും അന്ത്യോക്യയുമാണ് ഇവരുടെ രണ്ടുപേരുടെയും സ്ഥിരാകേന്ദ്രമായി നിന്നത്. ഒരാളുടെ യെരൂശലേമാണെങ്കിൽ പത്രോസ് കേന്ദ്രീകരിച്ച് ഭരിച്ചത് യെരൂശലേം എന്ന് പറയുന്ന സ്ഥലം, പൗലോസ് കേന്ദ്രമാക്കി ഭരിച്ചത് അന്ത്യോക്യ. അന്ത്യോക്യ എന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അവിടെ ഒരു വാക്യമുണ്ട്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും. നിങ്ങൾ കേട്ടോ വാക്ക്? ആരൊക്കെയാ? ബർന്നബാസും ശൗലിനെയും. ആദ്യം ആടെ പേരാ പറഞ്ഞേ, ബർന്നബാസ്, പുറകിൽ ശൗല്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയുന്നത് പൗലോസും ബർന്നബാസും. രാമേൻ പറ, നിന്നെ താത്ത് കെട്ടുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവാ. കൈയടിച്ചു രാമേൻ പറയാൻ പറ്റുമെങ്കിൽ രാമേൻ പറഞ്ഞോ. ദൈവം നിന്റെ ജീവിതത്തെ തിരിച്ചു മറിക്കാൻ പോകയാ. ദൈവം നിന്റെ കുടുംബത്തെ തിരിച്ചു മറിക്കാൻ പോകയാ. ദൈവം നിന്റെ തലമുറയെ തിരിച്ചു മറിക്കാൻ പോകയാ. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതി ഇല്ലാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. സഭ വളർന്നാൽ സഭയിൽ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം പോരാട്ടം ഉണ്ടാവും. ഉണ്ടായാൽ ആ പോരാട്ടത്തിനൊരു പദ്ധതി ദൈവം ഒരുക്കിയിരിക്കും. യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാൻ. നിങ്ങൾ കേട്ടോണം, ഇതൊരു പ്രതിസന്ധിയാ സഭ നേരിടുന്നേ. 15-ാം അധ്യായം എത്തിയപ്പോ പുറത്തെ പ്രതിസന്ധി മുഴുവൻ അടിച്ച് ഒതുക്കി പൗലോസ് അന്ധകാര ശക്തിയുടെ മുട്ടുമടക്കി നിൽക്കുമ്പോ അകത്തുനിന്ന് പ്രശ്നം വരിക. രാമൻ പറ. യഹൂദയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന സഹോദരന്മാരെ ഉപദേശിച്ചു. അടുത്ത വാക്ക്, പൗലോസിനും ബർന്നബാസിനും. ബർന്നബാസ് താഴെയായി പോയോ? പൗലോസ് മേളിലായോ? രാമൻ പറ, ഇതിന്റെ പേര് അഭിഷേകമാ. അസൂയപ്പെടല്ല, അഭിഷേകത്തിന്റെ ശക്തിയാ. ഇപ്പൊ തിരിഞ്ഞുപോയി. നേരത്തെ ബർന്നബാസും ശൗലും ആയിരുന്നു, ഇപ്പൊ ശൗലും ബർന്നബാസും. ഇതൊക്കെ തിരിക്കുന്ന ദൈവ. ഇത് നിയോഗ, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട്. ഒരു മിനിറ്റ്, അല്പമല്ലാത്ത വാദവും തർക്കവും ഒക്കെ ബൈബിളിലുണ്ടോ? യെരുശലേം കൗൺസിലിൽ നിന്ന് പൗലോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നൊരു വാക്കൊക്കെ ഉണ്ട്. പത്രോസിനോട് പറഞ്ഞു, ഈ പരിച്ഛേദന അല്ല സ്വർഗത്തിൽ പോകുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം. യെരുശലേം കൗൺസിൽ, 1-ാമത്തെ കൗൺസിൽ കൂടുമ്പോ പൗലോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പരിച്ഛേദനപ്പെട്ട മാത്രം സ്വർഗത്തിൽ പോകുന്നല്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പൗലോസിനെ എവിടെ കൊണ്ടു നിർത്തിയാലും പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതാ പറയാനുള്ളേ. ഇനിയും ചൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വായിക്കുമ്പോളെ, അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും. ഇതൊക്കെ അടിവരായിട്ട് വേണം. പൗലോസും ബർന്നബാസും. നേരത്തെ ബർന്നബാസും പൗലോസും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പൗലോസിന്റെ വേറൊരു പേരാണ് ശൗൽ. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ വാക്ക് എടുക്കാതെ. നിങ്ങൾക്ക് അറിയാം. വായിച്ചോളെ. അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും. യെരുശലേമിൽ ഭരിക്കുന്ന ആരാ? പത്രോസ്. പൗലോസ് യെരുശലേമിലല്ല, അന്ത്യോക്യയിൽ. കിട്ടിയല്ലോ? പൗലോസ് അന്ത്യോക്യയിൽ, പത്രോസ് യെരുശലേമിൽ. ഇത് ചരിത്രമാണ്, ഇത് പറയാൻ വേണ്ടി പറയാ. കേട്ടോടുക. പത്രോസ് ഭരിക്കുന്ന എവിടാ? യെരുശലേമിൽ. ഈ തർക്കസംഗതികൾ മുഴുവൻ വന്ന് എത്തുന്നത് യെരുശലേമിലാ. യെരുശലേമിൽ വരും. ഇനി യെരുശലേമിലെ 2-ാമത്തെ കൗൺസിൽ കൂടാൻ പോവാ. അതിന് മുമ്പത്തെ കാര്യം, യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അടുത്ത വാക്ക്, സഭ അവരെ യാത്ര അയച്ചിട്ട്. ഒരു മിനിറ്റ്, തർക്കവും വാദവും ഉണ്ടെങ്കിൽ ആ സഭ മാറുകല്ല, യെരുശലേമിൽ വരണം. സഭയ്ക്കകത്ത് തർക്കവും വാദവും ഉണ്ട്, സഭ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുവല്ല. സഭ യെരുശലേമിൽ ആ പ്രശ്നം കൊണ്ട് വരണം.
യെരുശലേമിൽ സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നം ഇല്ല. അതിന് ദൈവം പരിജ്ഞാനം കൊടുത്ത് അഭിഷക്തന്മാരെ അവിടെ നിർത്തിയിട്ടുണ്ട്. കൈയൊന്നുയർത്തി ദൈവത്തിന് ഒരു ആമേൻ കൂടെ പറഞ്ഞേ. വായിച്ചേ മോളെ. യെരുശലേമിൽ എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം. ഇതാണ് അവിടുത്തെ പ്രശ്നം. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാട് അനുസരിച്ച് അത്രേ പോയി. കേട്ടെ, വെളിപ്പാടിൽ പോകുന്നവനെ തൊടാൻ ഒരു ശക്തിക്കും പറ്റില്ല. ഇതൊരാമയും പറയാൻ പറ്റുമോ? നിന്റെ കുടുംബജീവിതം വെളിപ്പാടിലാണെങ്കിൽ തകരത്തില്ല. നിന്റെ മക്കൾ വെളിപ്പാടിലാണെങ്കിൽ തകരുകയില്ല. നിന്റെ സഭ വെളിപ്പാടിലാണെങ്കിൽ നിന്റെ സഭയെ തകർക്കാൻ നിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് വെളിപ്പാടിനകത്താണെങ്കിൽ ഒന്ന് കൈയടിച്ച് ആദരം ഒന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാവിലെ ഒന്ന് കർത്താവിനെ നന്ദി പറഞ്ഞു. വെളിപ്പാടിൽ യാത്ര ചെയ്യുന്നവരെ തകർത്തുകളയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും പറ്റുകയില്ല.